പാർട്ട് ടൈം ജോബുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഉള്ളവർക്കാണ് ഹൈലി ക്രിയേറ്റീവ് ആവാൻ ഉള്ള അവസരങ്ങൾ കിട്ടുന്നത്. ക്രിയേറ്റിവിറ്റിയുടെ പിന്നാലെ പോകുമ്പോൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റുള്ള പല പല തടസ്സങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ പാർട്ട് ടൈം ജോബെല്ലാം അവൈലബിൾ ആയ സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് അവരുടെ യാത്രയിൽ പെട്ടെന്ന് ഒരു സ്റ്റക്കായ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് കുറച്ച് കാലം പാർട്ട് ടൈം ജോബിന് പോവാം. അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ ഒരു വൈകുന്നേരമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈമിൽ നിലനിൽപ്പിനായിട്ട് അവർക്ക് കുറച്ച് സമയം പാർട്ട് ടൈം ജോബ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പാർട്ട് ടൈം ജോബ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾക്കാണ് ക്രിയേറ്റീവായിട്ടുള്ള മേഖലകളിലേക്ക് ഇറങ്ങാൻ കുറച്ചും കൂടി എളുപ്പം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരുപാട് പാർട്ട് ടൈം ജോബുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബിസിനസ്സുകൾ ഉള്ള സ്ഥലമായിരിക്കണം. കാരണം ഒരുപാട് ബിസിനസ്സുകൾ നടക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലിക്ക് ഒരുപാട് ആൾക്കാരെ ആവശ്യമുണ്ടാകും. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് യൂറോപ്പിലും അമേരിക്കയിലെല്ലാം ആളുകൾ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്ന് പഠിക്കുമ്പോൾ തന്നെ അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ ഒരുപാട് ബിസിനസ് എല്ലാം ഉള്ള ഏരിയയിലാവുമ്പോൾ പാർട്ട് ടൈം ജോബ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ആയിരിക്കും കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആവാൻ അവസരം കൂടുതൽ. അപ്പോൾ ബിസിനസ്സുകൾ പാർട്ട് ടൈം ജോബുകൾ ഉണ്ടാക്കും. പാർട്ട് ടൈം ജോബുകൾ കൂടുതൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കും. ക്രിയേറ്റിവിറ്റി കൂടുതൽ ബിസിനസ്സുകൾ ഉണ്ടാക്കും. എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.